അവർക്ക് പ്രാർത്ഥന കൊണ്ട് ഒന്നാമത്തെ ഹക്ക് മരിച്ചു കഴിഞ്ഞാലും. രണ്ടാമതായി പറഞ്ഞു വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, എന്നും ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം. മൂന്നാമതായി പറഞ്ഞു ഇംഫാദു അഹദിഹിമാ, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണം, പാലിക്കണം. ബാപ്പ നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തുണ്ട്, ഇപ്പോഴും കെട്ടിക്കിടക്കണ്ടോ, ഹക്ക് പൂർത്തിയായില്ല. ഉമ്മ പറഞ്ഞൊരു വാഗ്ദത്തുണ്ട്, അത് ഇനിയും ബാക്കിയുണ്ട്, നിറവേറ്റണം. അതിനായിരിക്കും അള്ളാഹ് ആയുസ് ഇങ്ങനെ നീട്ടിത്തരുന്നെന്ന് കരുതണം. അല്ല നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടാന? അവരുടെ വാഗ്ദത്തങ്ങൾ പാലിക്കണം. നാലാമതായി പറഞ്ഞു ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ ചേർക്കണം. ബാപ്പ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ്, ഉമ്മ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ബാപ്പക്ക് ഡയറക്റ്റായി ബന്ധമുണ്ട്, ഉമ്മക്കും ഡയറക്റ്റായി ബന്ധമുണ്ട്, കുടുംബ ബന്ധം തന്നെ. ആ ബന്ധങ്ങളെ പുലർത്തണം. അഞ്ചാമത്തെ കാര്യം ഇക്റാമു സ്വദീഖിഹിമാ, ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ, ചങ്ങാഴ്ചയാണ് ഉമ്മാരെ ചങ്ങാഴ്ചയെന്ന് പറയും. പുരയിലൊക്കെ വരുമ്പോ ഇങ്ങനെ കാണല്ലോ ഉമ്മാരെ ചങ്ങാഴ്ച, അവരെ ബഹുമാനിക്കണം. ഇങ്ങനെ 5 ഹക്ക് ബാപ്പ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെരടിയിൽ നിത്യേന ബാക്കിയുണ്ട്.